إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 175-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. പിശാചിന്റെ പൈശാചികമായ ഇടപെടൽ മുഅ്മിനീങ്ങളിൽ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. ഇന്നമാ ദാലികുമുശ് ശൈത്വാൻ, ഇന്നമാ നിശ്ചയമായും അത് ദാലികുമുശ് ശൈത്വാൻ, പിശാചാണ്. യുഖവ്വിഫു, അവൻ ഭയപ്പെടുത്തുന്നു, ഔലിയാഅഹു, അവന്റെ ബന്ധുമിത്രങ്ങളെ പറ്റി, അവന്റെ കൂട്ടുകാരെ പറ്റി, അവന്റെ ബന്ധുമിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കയിലും മദീനയിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള ബഹുദൈവ വിശ്വാസികളായ മുശ്രിക്കുകളും അതുപോലെയുള്ള യഹൂദ ക്രൈസ്തവരായ അവിശ്വാസികളും അവരെ കുറിച്ചാണ്. അവരൊക്കെയും പിശാചിന്റെ ബന്ധുമിത്രാദികളാണ്. അവരെ പറ്റി മുഅ്മിനീങ്ങളെ ഭയപ്പെടുത്തുന്നത് പിശാചാണ്. കാരണം ഒരു കിംവദന്തി പരത്തുകയുണ്ടായി. മക്കയിലും പരിസരങ്ങളിലുമുള്ളവർ ഒരുമിച്ചു കൂടിക്കൊണ്ടൊരു സംഘടിത ശക്തിയായി മദീനത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ മദീനത്തെ മുസ്ലിമീങ്ങളെ മുഴുവനും നാമാവശേഷമാക്കും, അവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി ഇല്ലായ്മ ചെയ്യും എന്നുള്ളൊരു കിംവദന്തി അവർ പരത്തുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശദീകരിക്കുന്നത്. അതിന്റെ പിന്നിൽ അവർക്കുള്ളൊരു പ്രചോദനമായിരിക്കുന്നത് പിശാചാണ്. അതാണ് പറയുന്നത്, പിശാചാണ്, അവൻ ഭയപ്പെടുത്തുന്നു, ഔലിയാഹു, അവന്റെ ബന്ധുമിത്രാദികളെ പറ്റി. ഫലാ തഖാഫൂഹും, അല്ലാഹു പറയുകയാണ് മുഅ്മിനീങ്ങളോട്, അവരെ നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. വഖാഫൂനി, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടണം. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തം. അല്ലാഹുവിനെ അല്ലാതെ വേറൊരു അല്ലാഹുവിന്റെ സൃഷ്ടികളെയും ഭയപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാന നിയമം. ആ നിയമം പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുഅ്മിനീങ്ങൾക്ക്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആ പിശാചിന്റെ പ്രേരണ മൂലം പലതരം കുഴപ്പങ്ങളും ഫസാദുകളും ഭൂമിയിൽ ഉണ്ടാക്കുന്ന അവിശ്വാസികളെ ഭയപ്പെടാൻ പാടില്ല. വഖാഫൂനി, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടണം. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. കാരണം വിശ്വാസത്തിന്റെ കൂടെയാണ് നിർഭയത്വമുള്ളത്. ആ നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ്, അവരെ ഉപദേശിക്കുകയാണ് യഥാർത്ഥ നിലപാടിലായി നിലകൊള്ളാൻ. ഇതൊക്കെയാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.